ഹലോ എൻ്റെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്ക് പെങ്ങന്മാരും ഭാര്യമാരും അമ്മമാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണണം. പെൺകുട്ടികൾ പ്രത്യേകിച്ച്, പിന്നെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ നിർബന്ധിക്കുന്ന ഈ അമ്മമാരൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ കശാപ്പ് ശാലയിലേക്ക് കൊണ്ടുപോകുന്ന നമ്മൾ വിൽക്കുന്ന ഈ കുറച്ച് മൃഗങ്ങളുണ്ട്, ഈ പശു, ആട്, എരുമ, ഇങ്ങനത്തെ പോലുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ മൃഗങ്ങൾക്കൊക്കെ ഈ കശാപ്പിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകാനായിട്ട് അവർക്ക് ഇഷ്ടമല്ല. കാരണം എന്താ, നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മളെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പം ഈ മൃഗങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരാനുള്ളൊരു ഇങ്ങനെ പ്രകടിപ്പിക്കും. നമ്മുടെ നാട്ടിലുള്ള പല കല്യാണങ്ങളും അങ്ങനെയായി കേട്ടോ. പക്ഷേ ഞാനിവിടെ ഈ പെൺമക്കളുടെ കുടുംബത്തിന് കുറ്റം പറയത്തില്ല. കാരണം ഇത് നോക്കിയേ, ഈ അപ്പനും അമ്മയൊക്കെ എത്ര സന്തോഷത്തോടെ ഈ അപ്പൻ 3 മക്കളെ വളർത്തി കഷ്ടപ്പെട്ട് 10-26 വയസ്സ് വരെ വളർത്തിയിട്ട് ഈ അപ്പൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ആ കല്യാണം നടത്തുന്നതെന്നെ. അയാളുടെ ഒരു ആയുഷ്കാലം മുഴുവനുള്ള ഈ സമ്പത്ത് മുഴുവൻ മുടക്കിയാണ് ഈ കൊച്ചിനെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് കേട്ടോ. അപ്പം ഈ പെൺകൊച്ചിന് ശരിയാണ്, ഇത്തിരി കളർ കുറവാണ്. കളർ കുറവുള്ളവർ ആരും മോശക്കാരൊന്നുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോകസുന്ദരിമാരിലേക്ക് എടുത്ത് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയോ കളർ കുറഞ്ഞ പെൺപിള്ളേർ ലോകസുന്ദരി ആയേക്കുന്നു. അപ്പം ഇവിടെ ഈ കളർ കുറവിൻ്റെ ഒന്നും അല്ല പ്രശ്നം, ഇതെല്ലാം ഈ മനസ്സിൻ്റെ ഒരു പ്രശ്നമുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുപോകാം. എത്ര ആഡംബരപൂർവ്വമായിട്ടാണ് ഈ കല്യാണം നടത്തുന്നത്. അപ്പോൾ ഈ കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഈ ചെറുക്കൻ്റെ വീട്ടുകാർ എത്ര പ്രാവശ്യം ഈ പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് കാണും അല്ലേ, പല പ്രാവശ്യം വന്ന് കാണും. അപ്പോഴൊക്കെ ഇവരുടെയൊക്കെ കണ്ണ് എവിടെയായിരുന്നെന്ന് ഞാൻ ചിന്തിക്കുന്നത്. കളർ കുറവാണെങ്കിൽ അന്നേരം കല്യാണം നടത്തരുത്. ഈ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയി ആക്ഷേപിക്കാനാണ് കല്യാണം നടത്തരുത്. ഈ പെണ്ണ് എത്രയോ നല്ല കല്യാണങ്ങൾ വരുമല്ലേ, ഒന്നും അല്ലെങ്കിലും പഠിച്ച ഒരു അഡ്വക്കേറ്റ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും കല്യാണങ്ങൾ വരുമായിരുന്നു. അപ്പോൾ പെണ്ണിൻ്റെ മുഖത്തേക്കല്ല, പെണ്ണിൻ്റെ അപ്പൻ എന്തുണ്ടാക്കിയിട്ടുണ്ടെന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പലതും കാണാൻ പറ്റത്തില്ല. ഈ ചെറുക്കൻ്റെ കാര്യങ്ങളാണല്ലോ ഞാനൊന്നും പറയുന്നില്ല. ഈ ചെറുക്കൻ്റെ ആ വീട്ടുകാരിൽ എത്രയോ കൊച്ചു പെൺപിള്ളേരുണ്ട്, ഈ ചെറുക്കൻ്റെ പെങ്ങന്മാരുണ്ട്. ഇവർക്കൊക്കെ ഈ ഗതി വരുന്നതെങ്കിലോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പെണ്ണ് കയറി വന്നു കഴിയുമ്പോൾ നമ്മൾ പോരെടുക്കുകയാണോ വേണ്ടേ? അവരെ സ്നേഹത്തോടെ നമ്മൾ ആ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഒരു ന്യായം പറയാനുണ്ടെങ്കിൽ ഈ പെൺപിള്ളേരെ ആരും മരിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ അമ്മായിമ്മമാർക്കൊരു പ്രശ്നമുണ്ട്, ഈ സ്വാർത്ഥത വലിയൊരു പ്രശ്നം തന്നെ അമ്മായിമ്മമാർക്ക്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോൻ്റെ സ്നേഹം കുറഞ്ഞു പോകുമെന്നുള്ള വലിയൊരു പ്രശ്നം. ഇങ്ങനെയുള്ളവർ ഈ മക്കളെ കെട്ടിക്കാതിരിക്കണ്ടേ, ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അല്ലെങ്കിൽ ഈ ആമക്കൾ ചിന്തിക്കണ്ടേ, എൻ്റെ അമ്മയ്ക്കും എൻ്റെ പെങ്ങന്മാർക്കും സ്വാർത്ഥതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചുകൂടാ എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഈ ഉറപ്പ് വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഒരു പെണ്ണിനെ കല്ലറയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒരുക്കങ്ങളാണേ. ഇപ്പോൾ പെണ്ണ് കുറച്ച് കറുപ്പാണെങ്കിൽ എന്താ, 2 മക്കളുണ്ടായി, അതിനൊന്നും കുഴപ്പമില്ല. മക്കളൊക്കെ ഉണ്ടായി. ഒരു കൊച്ചിന് 4 വയസ്സും ഒരു കൊച്ചിന് 1 വയസ്സുമായി. ഹൃദയം താർന്ന വേദനയോടെയായിരിക്കും ഈ 2 പെൺപിള്ളേരെ കൊന്നിട്ട് ജിസ്മോള് പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളെ ചെന്ന് വിടുന്ന വീട്ടിലുണ്ടല്ലോ, നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഒരിച്ചിരെങ്കിലും ഒരല്പമെങ്കിലും നമ്മളെ മനസ്സിലാക്കാൻ ആണുങ്ങളുണ്ടെങ്കിലുണ്ടല്ലോ, ഈ പെണ്ണ് ഒരിക്കലും കല്ലറയിലേക്ക് പോവില്ലായിരുന്നു. ഞാനിവിടെ പെണ്ണിൻ്റെ വീട്ടുകാരൊന്നും പറയുന്നില്ലെന്നേ. കാരണം ഒരു പെൺകൊച്ചുണ്ടായി കഴിഞ്ഞാൽ വളർത്താൻ ഭയങ്കര പാടാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 പെൺമക്കളായിരുന്നു. അപ്പം വളർത്തി ജോലി കൊടുത്ത് എത്ര ആർഭാടമായിട്ടാണ് കല്യാണം കഴിപ്പിച്ചേക്കുന്നത് അല്ലേ. കല്യാണം കഴിപ്പിച്ച് എന്തോരം സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പെണ്ണിന് എന്തൊരു സ്വർണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ആർഭാടമായിട്ടുള്ള കല്യാണം നടത്താൻ. അപ്പൻ ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടത് ഉണ്ട്, ആ ഒരു വേർപ്പൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇത് ഇവിടം വരെ എത്തിച്ചത്, ആ പെണ്ണിൻ്റെ സന്തോഷത്തിൻ്റെ പിന്നിൽ. അപ്പോൾ മക്കൾക്ക് നല്ലത് മാത്രം വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത്. അമ്മേനെ കാണാനില്ല കേട്ടോ കൂടെ. അമ്മയാണോ അതൊന്നും എനിക്കറിയത്തില്ല. അമ്മേനെ കാണാൻ കൂടെയില്ല. അനിയത്തി കൊച്ചുണ്ട്, ആങ്ങളയുണ്ട്, എല്ലാം പ്രായം കുറഞ്ഞ പിള്ളേരാണ്. ഈ പെൺകൊച്ചാണ് മൂത്തത് കേട്ടോ. അപ്പം അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ അമ്മയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ അമ്മയുടെ അസുഖത്തിലൊക്കെ വളർത്തിയെടുത്ത ഇതാണ് മക്കളാണ്. അപ്പോൾ ഈ ജിസ്മിയാണ് ഈ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല പെൺമക്കളെ അയക്കണ്ടേ, സ്നേഹമുള്ള വീട്ടിലേക്കാണ്. ശരിയാ, സ്നേഹമുള്ള വീട്ടിലേക്കാണ് പെൺമക്കളെ അയക്കണ്ടേ. സ്നേഹമുള്ള വീട്ടിലേക്ക് അയച്ചാലാണ് സ്നേഹം നിലനിൽക്കത്തുള്ളൂ. അല്ലാതെ സ്ത്രീധനത്തിന് വേണ്ടി അല്ലെങ്കിൽ നിനക്കത് തന്നത് ശരിയായില്ല, നിനക്കിത് തന്നത് ശരിയായില്ല, നിൻ്റെ അപ്പൻ്റെ സമ്പാദ്യം എനിക്ക് തന്നില്ല എന്നൊക്കെ പരാതി വിടുന്നവരുടെ വീട്ടിലേക്കും അതൊക്കെ മോഹിച്ച് വരുന്ന വീട്ടിലേക്കും ഒന്നും കല്യാണം ആലോചിച്ച് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഒരിക്കലും സന്തോഷമായിട്ടിരിക്കത്തില്ല. പിന്നെ ഈ ചെറുക്കന്മാരുടെ അമ്മമാരോട് ഒരു വാക്കേ, നിങ്ങൾ ആ മക്കളെ വളർത്തുന്നുണ്ടെങ്കിലുണ്ടല്ലോ അവർക്ക് വേണ്ടി സമ്പാദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം കേട്ടോ. ഞാൻ എല്ലാവരോടും പറയുന്നില്ല, ഈ സ്ത്രീധനം എന്ന് പറഞ്ഞു കിടന്ന് ചാവുന്ന ഈ അമ്മായിമ്മമാരോടും അമ്മായിച്ചന്മാരോടും ഈ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മക്കളുണ്ട്, നിങ്ങളുടെ ആ മക്കൾക്ക് കാറ് വേണം, ജീപ്പ് വേണം, ബസ് വേണം, ലോറി വേണം, സമ്പത്ത് വേണം, സ്വർണം വേണം,
ഇത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങളൊരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതും അത് നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു പെൺപിള്ളേരെ 25 വയസ്സാകുമ്പോഴത്തേനും 24 വയസ്സാകുമ്പോഴത്തേനും കല്യാണം കഴിച്ച് 26 വയസ്സിൽ തന്നെ പിള്ളേരുണ്ടാവണമെന്ന് നിർബന്ധം പിടിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെ നമ്മൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ കയറി ചെന്ന് ഒരു കൊച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ വളരെ ഉത്തരവാദിത്തമായി. സ്നേഹമില്ലാത്ത വീടാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ, വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളെ മാനസിക സംഘർഷം ചില അമ്മായിമ്മമാരുടെ മരണം വരെ അനുഭവിക്കേണ്ടി വരും. പിന്നെ ചില പെങ്ങന്മാരുണ്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടാലും അവരുടെ വീട്ടിലും പ്രശ്നം, ഈ വന്നു കയറുന്ന പെണ്ണുങ്ങൾക്കും പ്രശ്നം. ഒരു കല്യാണം ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാലോ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി 2 വർഷം സ്വന്തം കാലം നിന്നിട്ട് കല്യാണം കഴിച്ചാലോ നിങ്ങൾക്ക് പിള്ളേരുണ്ടാകാതിരിക്കത്തൊന്നുമില്ല. നേരത്തെ കല്യാണം കഴിച്ചു വിട്ടിട്ട് എത്രയോ പേർക്ക് പിള്ളേരുണ്ടാകാതിരിക്കുന്നു. അപ്പം നിങ്ങളുടെ ലൈഫ് സേഫ് ആക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. പിന്നെ ജിസ്മോളെ എനിക്ക് പറയാനുള്ള കാര്യം പറയുന്നത്, കാരണം എനിക്ക് 2 പെൺമക്കളാട്ടോ. എൻ്റെ കൊച്ചിനെ അടിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ല. കാരണം അങ്ങനെ നമ്മുടെ പെൺമക്കളെ നമ്മൾ വളർത്തി വലുതാക്കി വിടുന്നത് കണ്ടവൻ്റെ തല്ല് കൊള്ളാനല്ല. അതിനാണ് നമ്മൾ ഈ വളർത്തുന്നതിൻ്റെ ഒപ്പം തന്നെ പെൺമക്കൾക്ക് ആത്മവിശ്വാസം കൂടി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണ്. നമ്മളെപ്പോഴും പറഞ്ഞ് അവരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കല്യാണമല്ല ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യം. കല്യാണമല്ല ഒരിക്കലും അവസാനത്തെ ഒരു കാര്യം. സന്തുഷ്ടമായിട്ടുള്ളൊരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പം നിങ്ങൾക്കൊരു ബന്ധം പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചിറങ്ങി വരിക. ഓക്കെ. പിന്നെ ഈ നാത്തുമാരൊക്കെ ചിന്തിക്കുക നിങ്ങളും വേറൊരു വീട്ടിലെ മരുമക്കളാണ്. അപ്പോൾ ഈ ആങ്ങളമാർക്ക് ഓതി കൊടുക്കുമ്പോഴും ഈ നമ്മുടെ ഈ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ സ്വന്തം അമ്മമാർക്ക് ഓതി കൊടുക്കുമ്പോഴും നിങ്ങൾ നശിപ്പിക്കുന്ന ഒരു ജീവനുണ്ട്. അതായത് വേറെ ഏതോ ഒരു അപ്പനും അമ്മയും 10-26 വർഷം അവരുടെ കഷ്ടപ്പാടും കണ്ണീരും വേർപ്പും കൊണ്ട് ഒരു വളർത്തിയെടുത്ത ഒരു ജീവനെയാണ് നിങ്ങൾ ഓതി നശിപ്പിക്കുന്നത്. പിന്നെ ജിസ്മോളെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ ജിസ്മോളെ പോലെ ഇനിയും മരിക്കാനിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മരണം വേറൊരാൾക്ക് ഒന്നും നടക്കത്തില്ല. അത് അവർക്കൊന്നും ഉണ്ടാകത്തില്ല. അവർ കുറച്ച് നാൾ ജയിലിൽ കിടന്നിട്ട് നല്ലൊരു കല്യാണം കഴിച്ച് അവർ ജീവിക്കും. അപ്പം നിങ്ങൾ ഈ മക്കളെയും കൊണ്ടൊക്കെ, ഇപ്പോൾ ഷൈനി മരിച്ചു. ഷൈനിയുടെ ഒരു ഏറ്റവും അവസാനം ആണ് അവൾ മരിച്ചത്. എല്ലാം നമ്മൾ കുറേ വോയിസൊക്കെ കേട്ടതാണ്. എങ്ങനെയെങ്കിലും ഒരു ജോലി സെറ്റാവാനായിട്ട് നോക്കി. ഫാമിലി സപ്പോർട്ട് വളരെ കുറവായിരുന്നു. ഇവിടെ ജിസ്മോളുടെ കാര്യത്തിൽ അതല്ല, ജിസ്മോക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുമ്പം നമുക്ക് എന്താ പറയുക, നിങ്ങൾ ജീവിക്കാൻ നോക്കുക കേട്ടോ. ഈ മരിക്കണമെന്ന് നിങ്ങൾക്ക് ആ ഒരു തോന്നൽ വരുന്നൊരു സമയത്തുണ്ടല്ലോ, ആ തോന്നൽ വളരെ സ്ട്രോങ് ആയിട്ട് വരുമ്പോഴാണ് മരിക്കുന്നത്. നമ്മൾ തീരുമാനം എടുത്തിട്ട് ഉള്ള മരണങ്ങളൊക്കെ അതൊക്കെ ഒരു ചോയ്സാണ്. അവിടെ നമുക്ക് മരിക്കുകയോ ജീവിക്കുകയോ ചെയ്യാം. ഇത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് മരിക്കുന്ന പോലെയല്ല. ആക്സിഡൻ്റ് ഉണ്ടായിട്ട് മരിക്കുവാണെങ്കിൽ അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്, ഇവിടെ നിങ്ങളുടെ തീരുമാനമാണ്. അപ്പം നിങ്ങൾ ആ തീരുമാനം എടുക്കുമ്പം ഒരു 2 മിനിറ്റ് നിങ്ങൾ ആ തീരുമാനം ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറൊരു തീരുമാനം എടുക്കാൻ പറ്റും. നിങ്ങളുടെ മക്കളുടെ മുഖത്തേക്ക് നോക്കി ഒരു 10 മിനിറ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു നല്ല തീരുമാനം എടുക്കാൻ പറ്റും. ഇവിടെ ജിസ്മിക്ക് എന്താ പറയുന്നത്, ജിസ്മിയുടെ അപ്പന് പോയി, അമ്മയ്ക്ക് പോയി, ആങ്ങളയ്ക്ക് പോയി. അപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ അപ്പന് മരണം വരെ ഒരു വേദന കൊടുത്തു എന്ന് പറയാം. ജിസ്മിയുടെ മരണം കൊണ്ട് അത്രേ നടന്നുള്ളൂ. അവൻ്റെ അപ്പനും അമ്മയ്ക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ഓരോ പെണ്ണുങ്ങളും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് പോയി. പിന്നെ ഷൈനിനെ കമ്പയർ ചെയ്യാൻ എനിക്ക് പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനി ഇതുപോലെ തന്നെ 2 മക്കളുടെയും കൊണ്ട് മരിച്ചതാണ്. ഷൈനിക്ക് കിട്ടാത്ത ഒരു ഭാഗ്യം ഇവിടെ ജിസ്മിക്ക് എല്ലാവരും ഒരുക്കി കൊടുത്തു. ഈ കല്ലറയിൽ അവക്കടെ വേണ്ടപ്പെട്ടവരെ ഒന്ന് കാണാൻ പരുവത്തിന് അവക്കടെ പള്ളിയിൽ അവക്കടെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് കിടക്കാൻ ഉള്ള ഒരു സാഹചര്യം അത് എല്ലാവരും ചേർന്ന് ഉണ്ടാക്കി കൊടുത്തു. അപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും 2 പ്രാവശ്യം ചിന്തിക്കുക എന്താണ്. കടന്നു കഴിഞ്ഞിട്ടും നിങ്ങൾ വലിയ പ്രശ്നത്തിൽ വലിയ പ്രശ്നത്തിലാണെങ്കിൽ മരിക്കാതിരിക്കുക. അല്ലാതെ നിങ്ങൾ ബാക്കിയുള്ള പോസിബിളായിട്ടുള്ള ഈ ടോക്സിക് റിലേഷൻഷിപ്പിലൊന്നും കിടക്കാതെ പുറത്തേക്കൊന്ന് വന്നാൽ മതി. ആ ഒരു പുറത്തേക്ക് വരും മാത്രമേ ഇച്ചിരി പാടുള്ളൂ. പിന്നെ മരിക്കാനൊരു തീരുമാനം എടുക്കാമെങ്കിൽ നമുക്ക് ജീവിക്കാനാണ് ഒരു തീരുമാനം എടുക്കാൻ വയ്യാത്തത്. മരിക്കാൻ ധൈര്യമുള്ള ഏതൊരുത്തനും ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു നിമിഷം നമ്മളിങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.